എല്ലാവർക്കും ലെച്ചോസ് നാടൻ വെജിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ബാലി ട്രിപ്പ് കാണാം. ഞങ്ങൾ ശനിയാഴ്ച രാവിലെ 2:30-ക്കായിരുന്നു ഫ്ലൈറ്റ് ദുബായിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. വെള്ളിയാഴ്ച രാത്രിയിലെ എയർപോർട്ടിലെത്തി. ഇവിടുന്ന് 9 മണിക്കൂർ ട്രാവലാണ് അവിടത്തേക്ക്. ദുബായിൽ നിന്ന് 9 മണിക്കൂർ വേണം ബാലിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളൊരു ട്രാവൽസ് വഴിയാണ് ഈ ട്രാവൽസിൻ്റെ പാക്കേജാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇതൊരു എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിലാണ് പോയത്. ഡബിൾ ഡെക്കറാണ്. മേളിലും താഴെയും വിൻഡോസ് കാണാം. അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ മേളിലേക്ക് സ്റ്റെപ്പുണ്ട്. അത് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ മേളിലത്തെ നിലയിൽ ഇരിക്കാനാണ്. അവിടെ ബിസിനസ് ക്ലാസ്സാണ്. ഞങ്ങൾ താഴത്തെ ഫ്ലോറിലായിരുന്നു. കയറിയ ഉടനെ തന്നെ ഗൗരി പിന്നെ ഗെയിം കളിക്കാനോ സിനിമ കാണാനോ ഉള്ളൊക്കെ പ്ലാനിലായിരുന്നു. ഫ്ലൈറ്റിൽ വെച്ചിട്ട് അവിടുത്തെ എയർ ഹോസ്റ്റസ് ആണെങ്കിൽ ഫോട്ടോ എടുത്തു കൊടുത്തായിരുന്നു പോളറോയിഡ് ക്യാമറയിൽ. അവരുടെ ആ ക്യാപ്പ് വെച്ചിട്ട് ഫോട്ടോ എടുത്തു കൊടുത്തായിരുന്നു. ഗൗരിക്ക് ഭയങ്കര സന്തോഷമായപ്പോഴത്തേനും ഞങ്ങൾ 9 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ബാലിയിലെത്തി. അവിടുത്തെ എയർപോർട്ടായത്. എയർപോർട്ടിൽ അവിടുത്തെ പഴയ കലാരൂപങ്ങളും ഒക്കെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ എയർപോർട്ടിൽ കഥകളി ആനയൊക്കെ വെച്ചിട്ടില്ലേ, അതുപോലെ അവിടെ അവരുടെ കലാരൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ വിസ എടുക്കുന്നത്. അവിടെ ഞങ്ങൾ 4 പേർക്കും വിസ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവിടെ ഫുള്ളും മണി എക്സ്ചേഞ്ചുകാരാണ്. പിന്നെ അതുപോലെ തന്നെ സിം കാർഡും ഉണ്ട്. ചില സിം കാർഡൊക്കെ വർക്കിംഗ് ആയിരിക്കും, ചിലതൊക്കെ വർക്കിംഗ് ആയിരിക്കത്തില്ല. ഞങ്ങളൊരു 5 ദിവസത്തേക്ക് പാക്കേജാണ് സിം കാർഡിൻ്റെ എടുത്തത്. പിന്നെ നമ്മുടെ മണി എക്സ്ചേഞ്ച് ആകുമ്പം ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തു നിന്ന് മാത്രം മണി എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവർ റേറ്റൊക്കെ വളരെ കുറച്ച് തരത്തുള്ളൂ. പിന്നെ അതുപോലെ പൈസ മേടിക്കുമ്പോൾ എണ്ണി തന്നെ മേടിക്കണം. അവിടെ എല്ലാം ലക്ഷത്തിലാണ് കൂടുതലും മണി. 1 ലക്ഷം 2 ലക്ഷത്തിലൊക്കെയാണ് കൂടുതലും. പൈസയ്ക്ക് മൂല്യം കുറവായതുകൊണ്ട് ലക്ഷത്തിലായിരിക്കും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ നമ്മളെ ചെമ്പകപ്പൂവിൻ്റെ മാലയൊക്കെ ഇട്ട് അവർ നമ്മളെ വെൽക്കം ചെയ്യും. അവിടെ ഫുള്ളും ചെമ്പകത്തിൻ്റെ ചെടികളാണ്. പല പല കളറിലെ പൂക്കളുണ്ട്. ചുവപ്പ്, മഞ്ഞ, വെള്ള, അങ്ങനെ. അവിടുത്തെ മതിലുകളെല്ലാം അങ്ങനെയായിരിക്കും, ഗോപുരം പോലെയായിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു സിറ്റിയാണ്. ഞങ്ങൾക്ക് അവിടെ സ്വിസ്ബെൽ ഹോട്ടലിലായിരുന്നു അക്കോമഡേഷൻ തന്നിരുന്നത്. വളരെ നല്ല ഹോട്ടലായിരുന്നത്. അവിടെ ഞങ്ങളെല്ലാവരും ഒരു 6:30 ആയപ്പോൾ എത്തി. ഇത് ഗരുഡയാണ്. അവിടെ മിക്കവാറും എല്ലായിടത്തും ഒരു ഗരുഡയുടെ ഒരു സ്റ്റാച്യു കാണും. അവർ അത് വിശ്വസിക്കുന്നത് അവരെ സംരക്ഷിക്കും എന്നുള്ള ഇതിലാണ്. അവിടെ ചെന്ന് കഴിയുമ്പം നല്ല വലിയൊരു പൂളായിരുന്നു ഞങ്ങളുടെ ഹോട്ടലിൽ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അന്ന് വൈകിട്ട് താമസിച്ചങ്ങുന്നതുകൊണ്ട് പിന്നെ അന്ന് ഔട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു. അന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു എല്ലാവരും. ഇത് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂവാണ്. 5th ഫ്ലോറിലായിരുന്നു റൂം. വളരെ നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്ന് കാണാനായിട്ട്. ആ വലിയ പൂളായിരുന്നു. അവിടെ നിന്ന് പൂളിൻ്റെ വ്യൂ വളരെ നല്ലതായിരുന്നു. അന്ന് ഞങ്ങളെങ്ങും പോയില്ല. അവിടെ പൂളിലൊക്കെ തന്നെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്തു. പിന്നെ ബാക്കി അടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോസ് അടുത്തടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഞങ്ങൾ ചെന്നതിൻ്റെ അന്ന് വൈകിട്ട് നല്ല മഴയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ക്ലൈമറ്റും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.